മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ ജനുവരി 23 മുതൽ നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ആപ്ലിക്കേഷൻ നമുക്ക് കൊടുത്തു തുടങ്ങാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഓരോ പോസ്റ്റിനും ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് നോക്കുന്നത്, ഓരോ പോസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, ഞാൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത എക്സാം പാറ്റേൺ, അങ്ങനെ എല്ലാ ഡൗട്ട്സും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ സെഷൻ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്, എന്താണ് ഗ്രൂപ്പ് ഡി, അതൊക്കെ എന്ത് ചെയ്യാം മൊത്തം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം എന്താണ് ഈ ഗ്രൂപ്പ് ഡി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയത്തില്ല, ലെവൽ 1 പോസ്റ്റുകൾ എന്നേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ പറയത്തുള്ളൂ. അതായത് റെയിൽവേയുടെ ഏറ്റവും താഴെയുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 14 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. ഓരോ പോസ്റ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വരാൻ പോകുന്നത് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇപ്പൊ പലരുടെയും മനസ്സിലത്തെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഏറ്റവും താഴെയുള്ള പോസ്റ്റുകളല്ലേ, അപ്പോൾ ഇത് നല്ല ജോലിയാണോ, ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് ആണോ, അങ്ങനെയൊക്കെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം സാലറി എത്രയായിരിക്കും എന്നറിയാം. അതായത് നമുക്ക് ലെവൽ 1 പോസ്റ്റുകളിൽ നിലവിലെ 7th പേ കമ്മീഷൻ പ്രകാരം നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ കിട്ടുന്ന സാലറി എത്രയായിരിക്കും എന്നറിയാമോ. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് 30,000 നമുക്ക് എന്ത് കിട്ടും, സാലറി കിട്ടും. മാത്രമല്ല അടുത്ത 8th പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് നിലവിലെ ബേസിക് പേയുടെ *2 എങ്കിലും മിനിമം എന്ത് ചെയ്യണം, ബേസിക് പേ ആയിട്ട് പുതിയ 8th പേ കമ്മീഷനിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ വലിയ സാലറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 10th പാസ് ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു പോസ്റ്റുകളാണ് ലെവൽ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള അതേപോലത്തുള്ള പോസ്റ്റുകളുമായിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ കമ്പയർ ചെയ്യാവും. അതായത് നമ്മുടെ PSC ഒക്കെ നോക്കുകയാണെങ്കിൽ LGS ആയിക്കോട്ടെ, LD ആയിക്കോട്ടെ, അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സാലറിയുടെ *1.5 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് സാലറി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, ഈ കാണുന്ന 14 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഈ 14 പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ എന്താണ്, 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് ആ 14 പോസ്റ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഒന്ന് പോയിന്റ്സ്മാൻ ആണ്. ദെൻ ഇതിന്റെ എല്ലാം ജോലി എന്താണെന്നൊക്കെ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഒന്ന് പോയിന്റ്സ്മാൻ, രണ്ടാമത്തേത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, മൂന്നാമത്തേത് അസിസ്റ്റന്റ് ബ്രിഡ്ജ്, നാലാമത്തേത് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, അഞ്ചാമത്തേത് അസിസ്റ്റന്റ് പെർമനന്റ് വേ PWay, ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, ദെൻ അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ദെൻ അസിസ്റ്റന്റ് ലോക്കോഷെഡ് ഡീസൽ, അസിസ്റ്റന്റ് ലോക്കോഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്, അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് വർക്ക്ഷോപ്പ്, ദെൻ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ. അങ്ങനെ 14 പോസ്റ്റുകളിലേക്കാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ട്, 32,438 വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഈ ജനുവരി 23 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരാൾക്ക് ഈ 14 പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 10th പാസ്സാണോ, ഈ 14 പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഈ വേക്കൻസി കണ്ടായിരുന്നു 32,438. ഉറപ്പായിട്ടും ഈ വേക്കൻസി എന്ത് ചെയ്യും, കൊണ്ടങ്ങ് കൂടും. കാര്യം റെയിൽവേ തന്നെ RTI കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിലവിൽ ഗ്രൂപ്പ് ഡി വേക്കൻസി മാത്രം എത്ര വേക്കൻസി ഒഴിവുണ്ട്, അതായത് 1,00,000-ലധികം വേക്കൻസിയാണ് നിലവിൽ ഒഴിവുള്ളത്. പക്ഷേ 32,000 പ്ലസ് വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇപ്പോൾ ലോക്കോ പൈലറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ALP നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വന്ന വേക്കൻസിയിലല്ല പിന്നീട് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തേക്ക് എന്തായിരിക്കുന്നത്, വീണ്ടും എന്ത് ചെയ്തു, വേക്കൻസി കൂട്ടിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴെന്ത് ചെയ്തു, ഒരു പ്രൊട്ടസ്റ്റും ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 2 തവണയും ഇതുപോലെ തന്നെയായിരുന്നു, വേക്കൻസി കുറച്ചു. അത് കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ IT ആക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു, നോർത്ത് ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അതുപോലെ സംഭവിക്കുകയാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, വേക്കൻസി കൊണ്ടങ്ങ് കൂടും. സോ വേക്കൻസി എന്നൊരു സാധനം നിങ്ങൾ ബോധർ വേണ്ട, അത്യാവശ്യം നല്ല വേക്കൻസിയിലായിരിക്കും നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് തന്നെ കൂടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് ട്രാക്ക് മെയിൻ്റനർക്ക്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത പോയിന്റ്സ്മാനുമാണ് ഏറ്റവും അധികം വേക്കൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോ പോസ്റ്റുകളുടെയും ജോലി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നോക്കിയേ, ഇവിടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അതാ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10th പാസ് ഓർ ITI. കണ്ടോ, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏജ്
ഏജ് ലിമിറ്റിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 2019 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, കോവിഡ് വന്നു, ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ റെയിൽവേ ഇപ്പൊ 3 വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഗ്രൂപ്പ് ഡിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണം 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാ ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ടോ, ഏജ് ആസ് ഓൺ 1/7/2025 1/7/2025 അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുറയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1/7/2025 നിന്ന് 36 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 2/7/1989 ശേഷം ജനിച്ച അൺറിസർവ്ഡ് കാറ്റഗറിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ OBC ആണെങ്കിൽ നോക്കുക, OBC ആണെങ്കിൽ 1/7/2025 നിന്ന് 39 കുറയ്ക്കുക. അപ്പോൾ 2/7/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ എന്ത് ചെയ്യാം, 1/7/2025 നിന്ന് 41 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 2/7/1984 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഓരോ പോസ്റ്റുകളുടെയും ജോലി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, 14 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. കുറേ പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, അതേപോലെ സ്റ്റോർ, അതൊക്കെ എന്ത് ചെയ്തു, എടുത്തങ്ങ് മാറ്റിയായിരുന്നു. ഇപ്പോൾ 14 പോസ്റ്റുകളിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണ്. സോ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ട്രാഫിക് ആണ് വരുന്നത്. ദെൻ ജോലി ഇത്രയേ ഉള്ളൂ, അതായത് ആവശ്യമായ ട്രാക്കുകളിലേക്ക് ട്രെയിനിനെ നയിക്കാൻ ലിവർ എന്ത് ചെയ്യുക, നിയന്ത്രിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 പാളങ്ങൾ, ഒരു ട്രെയിൻ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് ഒരു ലിവർ വെച്ച്, ഒരു പോയിന്റ് വെച്ചാണ്, ഒരു സ്വിച്ച് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഈ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണ് നിയന്ത്രിക്കുന്നത്. ഇതാണ് അവരുടെ ജോലി. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. യന്ത്രങ്ങളെ എന്ത് ചെയ്യുക, നന്നാക്കുക. കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ടൂളുകളുടെ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളുടെ ലഭ്യത എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. ഇത്രയാണ് അവരുടെ ജോലി വരുന്നത്. യന്ത്രങ്ങളെയും തന്നെ നന്നാക്കുക. then അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ടൂൾസിൻ്റെയും ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ലഭ്യത എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോസ്റ്റ് ആണെങ്കിൽ ദ അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. റെയിൽവേ അതോറിറ്റിയുടെ കീഴിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണത്തിൽ സഹായിക്കുക. ഇതാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നാലാമത് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ആണ്. സോ ട്രാക്ക് മെയിൻ്റനർ ആ പേര് തന്നെയുണ്ട്. ട്രാക്കുകൾ പരിപാലിപ്പിക്കുന്നു. ദെൻ ട്രാക്കുകളുടെ തകരാർ നിരീക്ഷിക്കുക. ട്രാക്ക് ലൈനിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും എന്ത് ചെയ്യുക, നോക്കുക. ഇതാണ് ആരുടെ ജോലിയായിട്ട് വരുന്നത്, ട്രാക്ക് മെയിൻ്റനറുടെ ജോലിയായിട്ട് വരുന്നത്. നല്ല വേക്കൻസിയാണ് ഈ പോസ്റ്റിന് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ട്രാക്ക് മെയിൻ്റനർക്കാണ് ഏറ്റവും അധികം വേക്കൻസി വരുന്നത്. എത്ര വേക്കൻസി ഉണ്ട് നിലവിൽ ട്രാക്ക് മെയിൻ്റനർ നമ്മൾ നോക്കുകയാണെങ്കിൽ 13,187 വേക്കൻസിയാണ് ആകെ ഉള്ളത്. കണ്ടായിരുന്നു, ഇത് അത്യാവശ്യം പാടുള്ളൊരു പണിയാണ് കേട്ടോ. ഒരുപാട് വേക്കൻസി കൂടാൻ ചാൻസ് ഉള്ളൊരു പോസ്റ്റ് ട്രാക്ക് മെയിൻ്റനർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് പെർമനന്റ് വേ. അപ്പോൾ അസിസ്റ്റന്റ് PV എന്ന് വെച്ചാൽ ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ട്രാക്ക്, ബ്രിഡ്ജസ് ആൻഡ് ലെവൽ ക്രോസിംഗ്. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ബ്രിഡ്ജസ് മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ലെവൽ ക്രോസിംഗ് ഒക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ ജോലി ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞടുത്ത് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക. ട്രെയിനിന് വേണ്ട ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് ബാക്കിയെല്ലാം കൊടുക്കുക, അതിനുവേണ്ടി സഹായിക്കുക. പിന്നെ അത് കഴിഞ്ഞടുത്ത് ആക്സിഡന്റ് റിലീഫ് ട്രെയിൻ എന്ത് ചെയ്യുക, അതിന്റെ മെയിൻ്റനൻസ് നോക്കുക. അതൊക്കെയാണ് ആരുടെ ജോലിയായിട്ട് വരുന്നത്, അസിസ്റ്റന്റ് C&W ജോലിയായിട്ട് വരുന്നത്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. സോ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണത്. നമുക്കറിയാം ട്രെയിൻ എന്ന് ഇലക്ട്രിക്കൽ പവറാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മെയിനിൽ കൂടെ ഒക്കെ ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, മെയിൻ്റനൻസും ബാക്കി അറ്റകുറ്റപ്പണികളും ബാക്കിയെല്ലാം നോക്കുക. അത്യാവശ്യം പാടായ ഒരു ജോലിയാണത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ട്രെയിനുകളുടെ സിഗ്നലുകളും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നു. ഡീസൽ ലോക്കോമോട്ടീവുകൾ എന്ത് ചെയ്യുക, ഡീസൽ ലോക്കോമോട്ടീവുകളുടെ മെയിൻ്റനൻസും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നടത്തുക. ഇതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ 10ാമത് വരുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഓരോ ലോക്കോമോട്ടീവുകളുടെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നടത്തുക. ഇതാണ് അവരുടെ ജോലി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് വർക്ക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. മാനുഫാക്ചറിങ് റെയിൽ അസറ്റ്സ്, റെയിൽ അസറ്റ്സുകളുടെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഇതിനൊക്കെ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാലും ഇതെല്ലാം ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കരാർ കൊടുക്കും. റെയിൽവേ കുറേ കാര്യങ്ങളൊക്കെ കോൺട്രാക്ട് കൊടുക്കും. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യുക, നോക്കുക, അതിനെയൊക്കെ നോക്കുക, കൂടെ സഹായിക്കുക. അതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC. ഓക്കെ, ഇത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ട്രെയിൻ ലൈറ്റിംഗ് മീൻസ് ട്രെയിനിലെ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ്, സ്വിച്ചസ്, എയർ കണ്ടീഷൻ, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, റിപ്പയറിങ്, ഇതൊക്കെയാണ് ഇവരുടെ പോസ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റിംഗ് എയർ കണ്ടീഷൻ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. അത് എത്രയേ ഉള്ളൂ ജോലി വരുന്നത്. എഞ്ചിനീയർമാർക്ക് ആവശ്യമായ ടൂളുകളുടെയും ഗാഡ്ജറ്റുകളുടെയും ലഭ്യത ഉറപ്പാക്കുക. ലൈറ്റുകൾ, ബൾബുകൾ, ഫാനുകൾ, AC ഡക്റ്റുകൾ, ACകളുടെ താപനില നിയന്ത്രണം, സ്റ്റെബിലൈസേഷനുകൾ, ദെൻ മറ്റ് എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ എന്നിവ പരിശോധിക്കാം. ഇതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. ദെൻ അവസാനമായിട്ട് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ജോലി വരുന്ന ഇതാണ്. കോച്ചുകളുടെയും വാഗണുകളുടെയും അറ്റകുറ്റപ്പണികൾ, കോച്ചുകളുടെ സുരക്ഷാ പരിപാലനം, ഇതൊക്കെ ഉറപ്പാക്കുക. ഇതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത്. ഇത്രയുമാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന 14 പോസ്റ്റുകൾ, 14 നോട്ടിഫിക്കേഷൻ വരാവുന്ന പോകുന്ന 14 പോസ്റ്റുകൾ. അവരുടെ ജോലി സ്വഭാവം ഇതെല്ലാം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചില പോസ്റ്റുകളാണെങ്കിൽ നല്ല പാടാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആരാണെന്ന് സങ്കല്പിക്കാം. നിങ്ങൾക്ക് ഡിപ്ലോമയുണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട്, BTech ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്ത് മേലോട്ട് പോകാൻ പറ്റും. സോ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുകയാണെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പോകാം. ഇപ്പോൾ ഈവൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കഴിഞ്ഞ തവണ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറിയിട്ട് അവരിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി മേലോട്ട് പോയിട്ടുണ്ട്, GE ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ബാക്കിയെല്ലാം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, മേലോട്ട് പോകാം. ഇത് ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ലെവൽ 1 പോസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കേസാണ്. അതായത് എനിക്കിപ്പോൾ ഞാൻ സ്പെക്സ് വയ്ക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ പറ്റും, ലെവൽ 1 പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഇത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. A2, അതായത് ഇത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് വേണ്ടത്. A2, A3, അതുപോലെ തന്നെ A2, A3, അതുപോലെ B1, B2, അതുപോലെ C1, C2, അങ്ങനെ 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് A2 എന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഈ A2 എന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇതിനകത്ത് പറയുന്നത് ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അതായത് A2 എന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾക്ക് മാത്രം, എനിക്ക് തോന്നുന്നു പോയിന്റ്സ് മാൻ എന്ന ആ ഒരു പോസ്റ്റിന് മാത്രമാണ് ഈ സ്പെക്സ് വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്. ബാക്കി എല്ലാ പോസ്റ്റിനും സ്പെക്സ് വയ്ക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷെ ചില പോസ്റ്റുകൾക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കി, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പറയുന്നുണ്ട് ലെൻസിന്റെ പവർ 2Dയിൽ എന്ത് ചെയ്യരുത്, കൂടരുത്. അപ്പം അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ B1 പോസ്റ്റ് ആണെങ്കിൽ 4Dയിൽ കൂടുതൽ ലെൻസിന്റെ പവർ കൂടരുത്. അതേപോലെ B2 പോസ്റ്റ് ആണെങ്കിൽ 4Dയിൽ കൂടുതൽ ലെൻസിന്റെ പവർ കൂടരുത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് നോക്കുക, C1 ആണെങ്കിലും അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ പ്രശ്നം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പൊ ഇങ്ങനെ മാത്രം ഉള്ള കണ്ടീഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അല്ലാതെ A2 എന്നൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒഴിച്ചാൽ, അല്ലാതെ ഒരു ഒന്നോ രണ്ടോ നോട്ടിഫിക്കേഷൻസ് ഒഴിച്ചാൽ, അല്ലെങ്കിൽ 1-2 പോസ്റ്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ സ്പെക്സ് വയ്ക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിലൊരു 80%, കറക്റ്റ് പറഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് 4 പോസ്റ്റ് വരും കേട്ടോ. ബാക്കിയെല്ലാം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് അത് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇത് കഴിഞ്ഞ തവണ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ഓരോ പോസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഇതിനകത്ത് കണ്ടായിരുന്നു അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ കണ്ടായിരുന്നു. ഇതിനകത്ത് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. ഇതിന് മാത്രം സ്പെക്സ് വയ്ക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ചില പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അവിടെ സ്പെക്സ് വയ്ക്കുന്നവർക്ക് അതായത് സ്പെക്സ് വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വിഷൻ ലോ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ പോസ്റ്റുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഇവിടെ താഴെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോസ്റ്റുകളിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു 3-4 പോസ്റ്റ് ഒഴിച്ച ഉള്ള ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും എന്ത് ചെയ്യാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ അവസരം ആരും എന്ത് ചെയ്യണ്ട, മിസ്സാക്കണ്ട. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ,
ഇതിൻ്റെ പ്രൊമോഷണൽ ബാക്കിയെല്ലാം ഇപ്പം ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് സ്റ്റേജ് പ്രൊമോട്ട് ചെയ്തൊക്കെ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോവാം. അത് കഴിഞ്ഞ സാലറി വരുന്നത് ബേസിക് വന്നിട്ട് 18,000 ബേസിക് വരുന്നത്. ദെൻ ബേസിക് കഴിഞ്ഞ് DA അതുപോലെ HR അലവൻസ് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ബേസിക്, അതായത് നിങ്ങൾ കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ചുരുങ്ങിയത് 30,000 പ്ലസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് സാലറി കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. സോ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മനസ്സിലാക്കുക, ഇതിനകത്ത് ഒരൊറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. അതായത് ഒറ്റ പരീക്ഷ മാത്രം. നമ്മൾ NTPC ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പരീക്ഷകളുണ്ട്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ. CBT 1 എന്ന ഒരൊറ്റ എക്സാം മാത്രം. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കയറാൻ പറ്റിയാൽ ലൈഫ് തന്നെ എന്തായിട്ട് മാറും, സെറ്റിൽ ആയിട്ട് മാറും. ഒക്കെ ഒരു ജൂണിലൊക്കെ നമുക്ക് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഫസ്റ്റ് CBT 1 എക്സാം 100 മാർക്കിന്റെ എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 90 മിനിറ്റ് സമയം. അത് കഴിഞ്ഞാൽ നേരെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പോലീസ് പോലെ വലിയ പാടൊന്നും തന്നെ ഇല്ല. അതായത് നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 കിലോഗ്രാം ഭാരമുള്ള ഒരു ബാഗ് വഹിച്ചുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. ഫീമെയിൽ ആണെങ്കിലോ 20 കിലോഗ്രാം ഭാരമുള്ള ഒരു ബാഗ് വഹിച്ചുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞ് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1 കിലോമീറ്റർ ദൂരം 4 മിനിറ്റും 15 സെക്കൻഡും കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ ദൂരം 5 മിനിറ്റും 40 സെക്കൻഡും കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ പോലീസൊക്കെ പോലെ ബാക്കി പാടുള്ള ഒരു സാധനവും ഇല്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് എങ്ങനെയാണ് സിലബസ് വരുന്നത്. ഓക്കെ, 4 കാര്യങ്ങൾ മാത്രമാണ് സിലബസിനകത്ത് പരാമർശിക്കുന്നത്. ഒന്ന് മാത്സ് ആണ്, രണ്ടാമത്തേത് റീസണിങ് ആണ്, മാത്സ് റീസണിങ്. മൂന്നാമത് വന്നിട്ട് ജനറൽ അവയർനെസ് ആണ്, നാലാമത് ജനറൽ സയൻസ് ആണ്. എന്ന് വെച്ചാൽ NTPCയുടെ അതേ സിലബസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ NTPCക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരാണ്, നിങ്ങളൊരു ഏറ്റവും മികച്ച ബാക്കപ്പ് ആണ് ഇത് ഗ്രൂപ്പ് ഡി. അതായത് NTPC ജോലി കിട്ടാൻ ഇച്ചിരി താമസിച്ചാലും ഫസ്റ്റ് നിങ്ങൾക്ക് എവിടെ പോസ്റ്റ് ആവും, ഈ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, NTPCയും ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ ഒരേ സിലബസ് ആണ്, ഒറ്റ പ്രിപ്പറേഷൻ മാത്രം മതി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. ഇപ്പോൾ NTPC നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് 30, റീസണിങ് 30, GA വന്നിട്ട് 40 ആണ്, ജനറൽ അവയർനെസ് GK 40 ആണ്. പക്ഷേ ഇവിടെ നോക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്. ഇവിടെ സയൻസ് 25, മാത്സ് 25, റീസണിങ് 30, ദെൻ അത് കഴിഞ്ഞ് GK വന്നിട്ട് 20. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെ 100 മാർക്ക് 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. ഒറ്റ പ്രിപ്പറേഷൻ മതി, NTPC ആയാലും ഗ്രൂപ്പ് ഡി ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഒറ്റ പ്രിപ്പറേഷൻ നമുക്ക് ക്രാക്ക് ചെയ്ത് വിടാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയിടാം, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിയുടെ ബാച്ച്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയോ? അതായത് ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷൻ എന്താണ്, 10th പാസ്സാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ LGS ഒക്കെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് PPT ഒക്കെ ആദ്യം ഇംഗ്ലീഷിലായിരുന്നു, ക്ലാസ് പറയുന്ന മൊത്തം മലയാളത്തിലാണ്, പക്ഷേ PPT നോട്ട്സ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം കൂടെ നമ്മുടെ ബാച്ചിനകത്ത് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് മുഴുവനും ഇനി എന്തിലും കൂടെ കിട്ടും, മലയാളത്തിലും കൂടെ കിട്ടും. അതായത് ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് കിട്ടും, അതിൻ്റെ തന്നെ മലയാളം ക്ലാസ് കിട്ടും, ദെൻ ഇംഗ്ലീഷിലെ നോട്ട്സ് കിട്ടും, മലയാളം നോട്ട്സ് കിട്ടും, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കിട്ടും, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കിട്ടും. കാര്യം ഗ്രൂപ്പ് ഡി ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എക്സാം മലയാളത്തിൽ വേണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് മലയാളം കൊടുത്താൽ മതി, മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നമ്മുടെ ബാച്ചിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും, അതായത് ഇംഗ്ലീഷും മലയാളത്തിലും ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസ്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നെടുത്ത് നോട്ട്സ് എല്ലാം പ്രിന്റ് റെഡി ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മുടെ എക്സാംസ് മൊത്തം CBT ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നിങ്ങൾക്ക് എക്സാം തരുന്നത് എങ്ങനെയാണ്, CBT ഫോമിൽ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയാണോ റെയിൽവേ എക്സാം വരുന്നത് അതേ പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ബാച്ചസിന് മനുഷ്യ സാധ്യമായതെല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വിജയത്തിനായിട്ട് നമ്മൾ തന്നിരിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഒരു 2 ദിവസത്തിനകത്ത് വെച്ച് ഇപ്പോൾ പ്രൈസ് ഹൈക്ക് ചെയ്യാൻ പോവുകയാണ്. കാര്യം നമ്മുടെ ഫസ്റ്റ് ബാച്ചിനകത്ത് ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ, 2,999 എമൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി 2 ദിവസത്തിനകം എന്ത് ചെയ്യും, എമൗണ്ട് കൂടാൻ പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ ജോയിൻ ചെയ്യാം. സോ എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ വെച്ച് മാറ്റി വയ്ക്കുക. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനെ ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. ജനുവരി 23 തന്നെ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട, ഒന്ന് ആലോചിച്ചൊക്കെ നോക്കിയിട്ട് എവിടെ അപ്ലൈ ചെയ്യാം, ഏത് പോസ്റ്റിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം, അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.